Exercise 3.2-ലെ 5th question. Is it possible to have a regular polygon with measure of each exterior angle as 22 degree? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട്, 22 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു റെഗുലർ പോളിഗൺ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. 360 ഡിവൈഡഡ് ബൈ എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ കേസിൽ 360 ഡിവൈഡഡ് ബൈ 22. ഓക്കെ, രണ്ടും 2-ൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 180. 180 നമുക്ക് 11-ൽ കട്ട് ചെയ്യാൻ പറ്റില്ല. സോ അപ്പൊ നമുക്ക് എന്താണ്? എക്സാക്ട് നമ്പർ ഓഫ് സൈഡ്സ് കിട്ടില്ല. അപ്പൊ അത് ഒരു റെഗുലർ പോളിഗൺ ആവാനുള്ള ഒരു പോസിബിലിറ്റി എന്താണ്? ഇല്ല. നമുക്ക് ആൻസർ എന്ത് എഴുതാം? നോ. റീസൺ എന്താണ്? 22 ഈസ് നോട്ട് എ ഡിവൈസർ ഓഫ് 360. 22 എന്ന് പറയുന്നത് ഒരു 360യുടെ 360യുടെ ഒരു ഡിവൈസർ അല്ല. അതുകൊണ്ട് ഇതൊരു റെഗുലർ പോളിഗൺ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ ഇറ്റ് ബി ആൻ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ? അതൊരു ഇന്റീരിയർ ആംഗിൾ ആയ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഈ 22 എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിൾ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാം. 180-ൽ നിന്ന് 22 സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇന്റീരിയർ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ ലീനിയർ പെയർ ആണ്. അപ്പൊ 180-ൽ നിന്ന് 22 സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. 8, 5, 1. ഓക്കെ, 158 കിട്ടും. ഓക്കെ, 360 ഡിവൈഡഡ് ബൈ 158. ഈ 350-നെ 158 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമ്പർ ഓഫ് സൈഡ്സ് കിട്ടണം. നമുക്കിത് രണ്ടും എന്താണ്? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഇന്റീരിയർ ആംഗിൾ ആവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? നോ. റീസൺ 158 ഈസ് നോട്ട് എ ഡിവൈസർ ഓഫ് 360. ഓക്കെ, 158 എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്റ്റീരിയർ ആംഗിൾ. 360യുടെ ഒരു ഡിവൈസർ അല്ല. ഓക്കെ, താങ്ക് യു.